സീറോ മലബാർ സഭ വളരുമോ അതോ തളരുമോ? പ്രിയ സീറോ മലബാർ സഭാ വിശ്വാസികളെ, ആഗോള സീറോ മലബാർ സഭയുടെ സിനഡും എപ്പിസ്കോപ്പൽ അസംബ്ലിയും നടക്കുന്നത് വിശ്വാസി സമൂഹം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. സഭയുടെ പാരമ്പര്യത്തെയും ആരാധനാക്രമത്തെയും അത്യന്തം പ്രണയിക്കുന്ന അഗാധ പാണ്ഡിത്യമുള്ളവരെയാണ് സീറോ മലബാർ സഭയ്ക്ക് അനിവാര്യം. എന്നാൽ സഭാവിശ്വാസികൾക്ക് മുന്നിൽ ഒരു കടുത്ത വെല്ലുവിളിയായി തീർന്നിരിക്കുന്നു പരിശുദ്ധ കുർബാന. വിശ്വാസികളുടെ അവകാശമായ ആരാധനാക്രമങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് ബലിയർപ്പണം. ആരാധനാക്രമവും പൈതൃകവും പിഴവുകൾ കൂടാതെ പാലിക്കാൻ, അജഗണങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ സഭയ്ക്ക് കെട്ടുറപ്പുള്ള അധികാരിയെ ഈ 2024 സിനഡിൽ എങ്കിലും ലഭിക്കുമോ? സഭയെ തകർക്കുവാൻ ശ്രമിക്കുന്നവരിൽ പലരും മെത്രാൻ സ്ഥാനമോഹികളാണെന്ന് ക്രൈസ്തവ വിശ്വാസികളെ ഏറ്റുപറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാകുമോ? നേതൃപാടവവും സഭാസ്നേഹവും ഇന്നും മെത്രാന്മാരിലും വൈദികരിലും വിരളമായി കൊണ്ടിരിക്കുന്നു. ധനമോഹവും അധികാരസ്ഥാനങ്ങളും സഭാ നേതൃത്വത്തെ വേട്ടയാടുന്നു. ഇതാണോ ക്രിസ്തു ആഗ്രഹിച്ച ആദിമ ക്രൈസ്തവ സഭ? പരിശുദ്ധ സിംഹാസനം പരിശുദ്ധ കുർബാനയുടെ വിഷയത്തിൽ ഇറക്കിയ ഉത്തരവുകൾ സഭാ നേതൃത്വം വളച്ചൊടിക്കുമ്പോൾ വിശ്വാസികൾക്ക് ആരാണ് അഭയം? വിശ്വാസികളുടെ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ആരാധനാക്രമത്തിനെതിരെ വിയോജന കുറിപ്പെഴുതിയവരെ സംരക്ഷിക്കുന്നത് കൊണ്ട് സീറോ മലബാർ സഭയ്ക്ക് എന്താണ് ഗുണം? സഭാവിരുദ്ധരെ എറണാകുളം രൂപതയിൽ രൂപീകരിച്ചത് ആരാണ്? എന്തിനു വേണ്ടിയാണ് അൽമായരെ മുന്നിൽ നിർത്തി സഭയ്ക്കെതിരെ പ്രക്ഷോഭങ്ങൾ ഇളക്കിവിട്ടത്? സഭയ്ക്ക് യോഗ്യനായ മേജറിനെ സ്ഥാനത്യാഗം ചെയ്യിപ്പിച്ചു. പകരം കോമാളിയായ മറ്റൊരു മേജർ സ്ഥാനമേറ്റെടുത്തു. സ്വീകരണങ്ങൾ നാടുനീളെ ഏറ്റുവാങ്ങി, നാടുനീളെ ഘോരഘോരം പ്രസംഗിച്ചു. എന്നിട്ടും പരിശുദ്ധ പിതാവിൻ്റെ ഉത്തരവുകൾ പാലിച്ചില്ല. എത്ര സിനഡ് കൂടി, എത്ര പ്രാവശ്യം റോമിൽ പോയി, എത്ര പഠനം നടത്തി, എത്ര പണം സഭയുടെ കാര്യങ്ങളിൽ ചിലവഴിച്ചു. എന്നിട്ടും എറണാകുളത്ത് സഭയുടെ കുർബാന അർപ്പിച്ചു. സഭാ നേതൃത്വം ആരെയാണ് ഭയക്കുന്നത്? സീറോ മലബാർ സഭയുടെ സ്ഥാപനങ്ങളിൽ എവിടെയാണ് സാമ്പത്തിക നഷ്ടം? ലാഭങ്ങൾ കുന്നുകൂടിയതല്ലാതെ ഒരു നഷ്ടവും സഭയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വാസികൾക്ക് നന്നായി അറിയാം. എന്തിനാണ് വൈദികർ അധികാരങ്ങളിൽ കടിച്ചു തൂങ്ങുന്നത് എന്ന് വിശ്വാസികളോട് സഭാ നേതൃത്വം വെളിപ്പെടുത്തുമോ? സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമല്ലേ? ഇപ്പോൾ വിശ്വാസികൾ സഭാ നേതൃത്വത്തെ ഇതെല്ലാം പറഞ്ഞു മനസ്സിലാക്കേണ്ട കാലഘട്ടമാണ്. ഭൗതികത വെടിഞ്ഞ് ആത്മീയതയിലേക്ക് സഭാ നേതൃത്വവും വൈദികരും എത്തിപ്പെടാത്തത് എന്തുകൊണ്ട്? സഭാ നേതൃത്വവും പുരോഹിതരും വാക്കുകളും പ്രവൃത്തികളും ഒരുപോലെയാക്കാൻ ശ്രമിക്കണം. കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ പഠിപ്പിക്കുന്നു. ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഈ അവസരത്തിൽ സഭയിൽ നിന്ന് വിരമിക്കുന്നത് ഉചിതമല്ല. വിശ്വാസ തീഷ്ണതയില്ലാത്ത മെത്രാന്മാരും പുരോഹിതരുമല്ലേ ആദ്യം സ്വയം പുറത്തു പോകേണ്ടത്? സഭയെ തളർത്തുന്ന സഭാവിരുദ്ധരായ വിയോജന കുറിപ്പുകാർ ആദ്യം പുറത്തു പോകട്ടെ. സഭയുടെ പൊൻതൂവലായി നിലകൊള്ളുന്ന ബിഷപ്പ് മാർ കല്ലറങ്ങാട്ടിനെ പോലെയുള്ളവരെയാണ് സഭയ്ക്ക് ആവശ്യം. യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് സീറോ മലബാർ സഭയുടെ നേതൃസ്ഥാനത്ത് വരേണ്ടിയിരുന്നത്. വിശ്വാസികൾ ഏറെ ആഗ്രഹിച്ചിരുന്നതും അതായിരുന്നു. സീറോ മലബാർ സഭാ വിശ്വാസികളെ നയിക്കാൻ നല്ലൊരു അൽമായ പ്രതിനിധികളെയും സിനഡിലും എപ്പിസ്കോപ്പൽ അസംബ്ലിയിലും വരാൻ സഭാ നേതൃത്വം അനുവദിച്ചില്ല. സീറോ മലബാർ സമുദായ ശാക്തീകരണം എന്ന വിഷയം അൽമായരല്ലാതെ മറ്റാരാണ് നടപ്പിലാക്കുക? സഭാവിരുദ്ധരായ വൈദികർ വിശ്വാസ പരിശീലനം രൂപീകരിക്കുമോ?
സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കാര്യത്തിലും വിശ്വാസ തീഷ്ണതയിലും ഇന്ന് സഭയിലെ അൽമായരാണ് മുൻനിരയിൽ. അതുകൊണ്ട് മെത്രാന്മാരുടെയും വൈദികരുടെയും സജീവ പങ്കാളിത്തമാണ് അജഗണങ്ങൾക്ക് ആവശ്യം. സഭയുടെ പ്രബോധനങ്ങളിൽ ഇടവകകളിൽ ബോധവൽക്കരണം നടത്തേണ്ട വൈദികർ ഇടവകകളിൽ ചാർജ് എടുത്ത ഉടൻ കൺസ്ട്രക്ഷൻ മേഖലയിലേക്കാണ് ദൃഷ്ടികൾ തിരിക്കുന്നത്. സഭാജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ ആധാരമാക്കിയുള്ള ചർച്ചകളും അഭിപ്രായ രൂപീകരണങ്ങളും അൽമായ പ്രാതിനിധ്യത്തിൽ തന്നെ കൊണ്ടുപോകണം. അതിന് സമർത്ഥരായ വിശ്വാസ തീഷ്ണതയിൽ പ്രാമുഖ്യം പുലർത്തുന്ന അൽമായരെ കണ്ടെത്തണം. മേൽ സൂചിപ്പിച്ചതൊന്നും കാര്യഗൗരവമായി സഭാ നേതൃത്വം കാണുന്നില്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ സിനഡും എപ്പിസ്കോപ്പൽ അസംബ്ലിയും പോലെ 2024 സിനഡും അസംബ്ലിയും കടന്നുപോകും. അതിനാൽ സീറോ മലബാർ സഭ വളരണോ അതോ തളരണോ എന്ന് സഭാ നേതൃത്വം തീരുമാനിക്കട്ടെ. ഏവർക്കും നന്ദി, നമസ്കാരം. ഞാൻ തോമസ് കാഞ്ഞിരത്തിങ്കൽ, സെൻറ് തോമസ് കോട്ടയ്ക്കാവ് ഫൊറോന ചർച്ച്, നോർത്ത് പറവൂർ.